Carvacol Express via Palghat Channel. നിങ്ങൾക്ക് കേട്ടപ്പോൾ തന്നെ മനസ്സിലാവും ഞങ്ങൾ യാത്ര പുറപ്പെടാൻ പോവാണെന്ന്. ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടി ഫാമിലി ആയിട്ട് വേളാങ്കണ്ണിയിലോട്ടാണ് കേട്ടോ പോകാൻ പോകുന്നത്. 10:25 ട്രെയിനാണ് പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, അന്നൂസ് പറഞ്ഞതുപോലെ നമ്മൾ കാരക്കൽ എക്സ്പ്രസ്സിനാണ് കേട്ടോ നമ്മൾ പോകുന്നത് വേളാങ്കണ്ണിയിലോട്ട്. അപ്പം അത് 10:25 എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ട്രെയിന് വിട്ടിരിക്കുകയാണ്, അതായത് എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഓരോ കാഴ്ചകളായിട്ട് കാണാം. അങ്ങനെ രാത്രി ഞങ്ങൾ ട്രെയിനിലേക്ക് കിടന്നിട്ട് നെക്സ്റ്റ് ഡേ ആയിരിക്കുകയാണ്. തിരുച്ചിറപ്പള്ളി ജംഗ്ഷനാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. ഞങ്ങൾ രാത്രി ട്രെയിനിൽ കയറിയിരിക്കുന്ന കാരണേ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കണ്ടില്ല. ഇപ്പം രാവിലെ ആയിട്ടാണ് ഞങ്ങൾ ഓരോന്ന് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുമ്പോഴാണ് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് അന്നൂസ് പരിപ്പ് വട വാങ്ങിച്ചു. പക്ഷെ അവൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരു ആവറേജ് ടേസ്റ്റ് ആയിരുന്നു, വലിയ ഗുമ്മൊന്നുമില്ല. അതിൻ്റെ എക്സ്പ്രഷനാണ് അവൻ്റെ മുഖത്ത് കാണുന്നത്. പക്ഷെ അവൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുവാണ്. അടിപൊളിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വയലും ഇങ്ങനത്തെ ചെറിയ വരുന്ന സമയത്ത് ചെറിയ മലകൾ കാണാം. ഇവിടെയാണെങ്കിൽ ഫുൾ ഇങ്ങനെ ഡ്രൈ ഔട്ടായി കിടക്കുന്നതാണ്. അത് വയലുകളെല്ലാം ഇങ്ങനെ ഉഴുതു മറിച്ച് ഇങ്ങനെ കിടക്കുന്നതാണ്. അവിടുത്തെ വിളവെടുപ്പ് കഴിഞ്ഞ രീതിയിലാണ്. കുറച്ചും കൂടിയൊക്കെ അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് നല്ല വയലുകളൊക്കെ കാണാം കേട്ടോ. ഇതിപ്പം തഞ്ചാവൂർ എത്തിയിരിക്കുകയാണ്. എന്ത് മനോഹരമായ കാഴ്ചയാണല്ലേ, നോക്കി. ആ ആകാശവും മേഘങ്ങളും താഴെ ഒരു പച്ചപ്പും അടിപൊളിയായിരുന്നു. ഞങ്ങൾ കുറേ നേരം അങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ പാടത്ത് പണിയെടുക്കുന്ന കുറേ ആൾക്കാരെ കണ്ടോ, അതേപോലെ ഇങ്ങനെ കുറേ ആൾക്കാരെ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിലെ ഇരുവശത്തും ഇങ്ങനെ പാടങ്ങളാണ്. ഏക്കർ കണക്കിന് ഇങ്ങനെ നീളത്തിൽ കിടക്കുവാണ്. അതേപോലെ പല ഇനത്തിലുള്ള കൃഷിയിടങ്ങളും നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുവാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ നല്ല ചൂടാണ്, അതുകൊണ്ട് അമ്മ ഫാനും വെച്ച് വീശിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നാഗപട്ടണം സ്റ്റേഷൻ എത്താറായിരിക്കുവാണ്. ഞങ്ങൾ ലഗേജൊക്കെ ഒന്ന് അങ്ങോട്ടെടുത്ത് വെക്കുവാണ്. ഇത് ആ സ്റ്റേഷൻ്റെ അവിടെ കൂടി പോകുന്ന നദിയാണ്. കഴിഞ്ഞിട്ടും വന്നപ്പോഴത്തേനും അധികം വെള്ളമൊന്നുമില്ലാതെ ഇപ്പോഴാണ് നല്ല വെള്ളം നിറഞ്ഞു കിടക്കുവാണ്. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിലെത്തി. ഞങ്ങൾക്ക് വേളാങ്കണ്ണിലോട്ട് പോവാണ്. ഡെമോ ട്രെയിനാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഉടനെ പോയിട്ട് ടിക്കറ്റ് എടുക്കുക. 11:15 ആകുമ്പോഴാണ് ഡെമോ ട്രെയിൻ വരുന്നത്. നമ്മുടെ ഇവിടുത്തെ മെമോ ട്രെയിൻ ഇല്ല, അതേപോലെയാണ്. ലോക്കൽ കമ്പാർട്ട്മെന്റ് ആയിരിക്കും. ടിക്കറ്റ് എടുക്കുക, കയറുക. ഷോർട്ട് ഡിസ്റ്റൻസിലോട്ട് പോകാൻ വേണ്ടിയുള്ള ട്രെയിനാണ്. അപ്പോൾ ഞങ്ങള് ഇവിടെ സ്റ്റേഷന്റെ എഴുതി വെച്ചേക്കുന്ന ബോർഡ് എടുത്തപ്പോ ഇതൊന്നും എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു സ്റ്റേഷൻ. അപ്പൊ പോലീസുകൾ വന്നിട്ട് ഞങ്ങളെ എടുപ്പിച്ച എല്ലാ വീഡിയോസും ഡിലീറ്റ് ചെയ്താണ് സ്റ്റേഷന്റെ. എറണാകുളം തൊട്ടുള്ളത് വരെ ട്രെയിനുള്ളത് എടുക്കണം. ഇപ്പൊ ഞങ്ങള് ഡെമോയിൽ കയറിയിട്ടുണ്ട്. സമയം ഇപ്പൊ 11:20. 11:25 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരാൾക്ക് 10 രൂപയുടെ ചാർജ് ചെയ്യണം ഡെമോവിന്. ഇവിടെ നാഗപട്ടണത്തിൽ വേളാങ്കണ്ണി വരെ പോകാൻ വേണ്ടി ഒരാൾക്ക് 10 റുപ്പീസാണ് വരുന്നത്. അപ്പോൾ വേളാങ്കണ്ണി സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. ഇനി ഓട്ടോയിലും ഹോട്ടൽ പിക്നിക്കിലേക്ക് പോകണം. 100 രൂപയാണ് ചാർജ് വാങ്ങുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങൾ ഓട്ടോയിൽ കയറി ഞങ്ങളിനി വേറെ ഹോട്ടൽ പിക്നിക്കിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ ഹോട്ടൽ പിക്നിക്കിൽ വന്നു. കുറച്ചൊന്ന് ഫുഡ് കഴിച്ചു, റെസ്റ്റ് എടുത്തു. അപ്പോൾ തന്നെ അനൂസ് പറഞ്ഞു എനിക്ക് സ്വിമ്മിംഗ് പൂളിൽ പോകണം. കാരണം തൊട്ടടുത്തുള്ള സീ ഗേറ്റ് രണ്ടും പിക്നിക്കും സീ ഗേറ്റും ഒരേ ഓണറിൻ്റെ തന്നെയാണ്. അപ്പോൾ അവർ തന്നെ നമുക്ക് 100 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിക്നിക്കിലുള്ള റൂമുള്ളവർക്ക് സീ ഗേറ്റിൻ്റെ പൂൾസ് യൂസ് ചെയ്യാവുന്നതാണ്. രാവിലെ 9:30 മണി തൊട്ട് 5:30 വരെയാണ് പൂളിൻ്റെ ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ഉണ്ടാകില്ല വൈകുന്നേരം എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷെ അവിടെ ഒരു പൂരത്തിനുള്ള ആളുണ്ട്. അത് കണ്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. പിന്നെ അന്നൂസ് ഇറങ്ങി. അപ്പോൾ ഇതാണ് പൂൾ വരുന്നത്. കുട്ടികൾക്കുള്ള പൂളും ഉണ്ട്, സേഫാണ്. അതേപോലെയുള്ള 3 അടി 4 അടി 5 അടിയുള്ള സേഫായിട്ടുള്ള പൂളാണ് ഇത്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഫ്രഷപ്പൊക്കെ ആയിട്ട് പള്ളിയിലോട്ട് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇതാണ് അവിടെ നമ്മൾ പിക്നിക് ഹോട്ടൽ. ഇവിടെയാണ് നമ്മൾ 2 ദിവസം സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം.
ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു മലയാളീസൊക്കെ കൂടുതലും വരുന്ന ഒരു ഹോട്ടലാണ് കേട്ടോ. ഹോട്ടൽ സീ ഗേറ്റിലും പിക്നിക്കിലും. പിന്നെ അതുമല്ല ഇതിൻ്റെ അവിടെ തന്നെ ഒരു മലയാളി ഹോട്ടലും റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. കേരള ഫുഡ് കിട്ടുന്നതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡാണ്. വലിയ റീസണബിൾ റേറ്റൊക്കെ ആകുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ പള്ളിയിലോട്ട് പോകുവാണ് റെഡിയായിട്ട്. പള്ളിയിലോട്ട് പോണ വഴിയെ ചായ കുടിക്കാനാണ് ഇവിടെ നിൽക്കുന്നത്. അവിടെ ചായക്കട കണ്ടു. വഴിയുടെ അരികിൽ തന്നെയാണ്. അപ്പം പള്ളിയുടെ അടുത്ത്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ചായ കുടിക്കുവാണേ. അപ്പം ഇതാണ് കേട്ടോ മോർണിംഗ് സ്റ്റാർ പള്ളി. അപ്പം ഈ പള്ളിയുടെ തൊട്ട് സൈഡിൽ തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ ഹോട്ടൽ വരുന്നത്. തൊട്ടടുത്താണ്. അതുകൊണ്ടാണ് മലയാളീസ് എല്ലാം ഈ ഹോട്ടലും ഒക്കെ പരിസരത്തുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കും മിക്കവാറും ചൂസ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പള്ളിയിലാണ് എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് മലയാളം കുർബാന നടക്കുന്നത്. ഇവിടെ ആണെങ്കിൽ ഒരു ഈശോനെ വലിയൊരു നല്ല പൊക്കത്തിൽ നിൽക്കുന്ന രൂപം, 2 കൈകളൊക്കെ വിടർത്തി എല്ലാവരും ബ്ലസ് ചെയ്ത് നിൽക്കുന്ന പോലെ അവിടെ നിന്നൊരു വോക്ക് വേ ആണ്. അതിൽ കൂടെ നടന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അതിൻ്റെ 2 ഇരുവശത്തുമായിട്ട് കുറേ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന ആൾക്കാർക്ക് അവിടെ വന്ന് വിശ്രമിക്കാനും കിടക്കാനും അതേപോലെ ഇടയ്ക്കൊക്കെ ഫുഡൊന്നൊക്കെ പ്രിപ്പയർ ചെയ്യാനും ഒക്കെ ചെയ്യാൻ വേണ്ട സ്ഥലമാണ്. അങ്ങനെ നമ്മൾ നടന്ന് ഇതേപോലെ നമ്മുടെ പള്ളിയുടെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മെയിൻ പള്ളി വരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ പള്ളിയുടെ മുൻവശത്തുള്ള റോഡ്. വേലികൾ കൊണ്ട് കെട്ടിരിക്കുകയാണ്. അതിലൂടെ വേണം വണ്ടികൾ പോകാനും വരാനും വേണ്ടിയിട്ട്. അവിടെ ഒരു തന്നെ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഒരു ഹോസ്പിറ്റൽ കാണാം. അത്യാവശ്യം എന്തെങ്കിലും മെഡിക്കൽ സപ്പോർട്ട് വേണമെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ നമുക്ക് പോകാവുന്നതാണ്. ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ പള്ളി വരുന്നത്. മെയിൻ പള്ളി എന്ന് പറഞ്ഞ പഴയ പള്ളിയും ഇതിൻ്റെ ബാക്കിലാണ്. പക്ഷെ ഇതിൻ്റെ പുള്ളിയാണ് മേലും താഴെയായിട്ട് 2 ആൾത്താരയൊക്കെ ഉള്ള ഒരു പള്ളിയാണ്. ഇവിടെ നിന്ന് എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇവിടെയാണ് നമ്മൾ മെഴുതിരി കത്തിക്കുന്ന സ്ഥലം. അതായത് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് മെഴുതിരി മാതാവിന് അർപ്പിക്കുക, എന്നിട്ട് ഇവിടെ കൊണ്ട് കത്തിക്കാം. നമ്മൾ മാസാദ്യ വെള്ളിയാഴ്ചയാണ് പോയത്. കാരണം നമുക്ക് മാതാവിൻ്റെ സ്വരൂപം കൊണ്ടുപോകുന്ന കാഴ്ച ഞങ്ങൾക്ക് കാണാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചില്ല, അറിയാണ്ട് പോയാണ്. പക്ഷെ ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആയിരുന്നു. ആ ഒരു ഇത് കണ്ടല്ലോ എന്ന് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്കത് കാണാൻ പറ്റി. അങ്ങനെ മാതാവിനെ ഇതേപോലെ കൊണ്ടുപോയി പള്ളിയുടെ ചുറ്റിനും കൊണ്ടുപോയിട്ട് കടപ്പുറത്തൊക്കെ കൊണ്ടുപോകുന്ന ഒരു ചടങ്ങാണ് കേട്ടോ ഇത്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പഴയ പള്ളി. എന്ന് വെച്ചാൽ ഇതാണ് പഴയത് ഉണ്ടായിരുന്നത്. പിന്നെ റിനോവേറ്റ് ചെയ്തിട്ടാണ്. നമുക്ക് ഈ പള്ളിയിൽ ചെരുപ്പിട്ട് കയറാൻ പറ്റത്തില്ല. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ചെരുപ്പ് ഊരി നമുക്കൊരു കവറിലാക്കി കൊടുക്കാമെന്ന് തന്നെ. പൈസ ഒന്നും കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് തന്നെ ഇരിക്കാം. ഇതാണ് നമ്മൾ ബീച്ചിലോട്ടുള്ള റോഡാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കൊന്തയോ അതുപോലെ എന്തെങ്കിലും വെഞ്ചരിക്കാനുള്ള സാധനങ്ങളൊക്കെ മെഴുകുതിരിയൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് പള്ളിയിൽ കൊടുത്ത് വെഞ്ചരിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇത് നമ്മുടെ ബീച്ച് റോഡിലോട്ട് പോകുന്ന വഴി പലവിധ കച്ചവടങ്ങളാണ്. ചക്കയുടെ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാനൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇതാണ് മുട്ടയടിക്കുന്ന സ്ഥലം. അതായത് വേളാങ്കണ്ണിയിൽ മെയിനായിട്ടുള്ള നേർച്ചയാണല്ലോ മുട്ടയടിക്കുക. അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് നമ്മൾ പിള്ളേരെയും വലിയവരൊക്കെ വന്നിട്ട് നേർച്ചയായിട്ട് മുട്ടയടിക്കുന്നത്. പള്ളിയിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബീച്ചിലോട്ടൊക്കെ ഒന്ന് പോയി എല്ലാവരും ഒന്ന് കാണേണ്ടത്. വെള്ളത്തിൽ ഇറങ്ങിയില്ല, കാരണം മോൾ ഓൾറെഡി പൂളിൽ ഇറങ്ങിയ അവശയായിരുന്നു. നമ്മളെല്ലാം ഒന്ന് കണ്ടു, കാരണം എല്ലാവരും കൂടി ഇറങ്ങുന്ന ആവശ്യമില്ല, കാരണം ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. പല കുട്ടികളെ ആകർഷിപ്പിക്കുന്ന പല ഗെയിംസുണ്ട്. ഐസ്ക്രീം, അതുപോലെ ഫുഡ്, പല മീനുകൾ, അതുപോലെ അവിടെ തന്നെ ഉണ്ടാകുന്ന മീനുകൾ പല വിധത്തിൽ വറുത്തും പൊരിച്ചും പല മസാലകളൊക്കെ കൊണ്ടുള്ള മീൻ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. കുട്ടികൾക്ക് തന്നെ ആകർഷിക്കാൻ പറ്റുന്ന എല്ലാ ഐറ്റംസും അവിടെ എല്ലാവരും സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് കേട്ടോ ബീച്ചിൻ്റെ കാഴ്ചകൾ വരുന്നത്. ഇരുവശത്താണെങ്കിലും പല ഇതുണ്ട്. പിന്നെ റെസ്റ്റോറൻറ്റ്സിലാണെങ്കിലും പല സ്പെഷ്യൽ മീനുകൾ, അതായത് വറുക്കാനുള്ളതും നമ്മൾ പറയുന്ന മസാല ആദ്യം ഇങ്ങനെ മഞ്ഞളിട്ടിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. നമ്മൾ പറയുന്ന മസാല ഇട്ടിട്ട് നമുക്ക് വറുത്ത് തരും. ഇവിടെ കൊത്തു പൊറോട്ട, അങ്ങനെ പൊറോട്ട ഐറ്റംസൊക്കെയാണ് അവിടെ ഉള്ളത്. ഇവിടെയാണ് കേട്ടോ മാതാവിന് നേർച്ച കൊടുക്കാനുള്ള മെഴുകുതിട്ട് അങ്ങനെ പല സ്റ്റോളുകളും നമുക്കവിടെ കാണാൻ പറ്റും. പല നിറത്തിലും വിധത്തിലുള്ള മെഴുകുതിരികൾ. പിന്നെ കുറേ 10 രൂപ 20 രൂപ അങ്ങനെ കുഞ്ഞു കടകളാണ്. ഏതെങ്കിലും കടകളൊക്കെ വാങ്ങിച്ചിട്ടുള്ളതൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് പോകാവുന്നതാണ്. ഇതാണ് രാത്രിയിലുള്ള ഒരു കാഴ്ചയാണ്. ഇത് പള്ളിവക തന്നെയുള്ള ഒരു ക്യാൻറ്റീനാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹോട്ടലിൽ പോയി പള്ളിവകയാണ്, പൈസ കുറവായിരിക്കും. പക്ഷേ
തിരക്കായിരിക്കും. നമ്മൾ എപ്പോഴാണോ ഫുഡ് പറയുന്ന പോലെ ഒന്നും ചിലപ്പം കാണത്തില്ല. ഇവിടെ ഒരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ടാകും. ആ ലിസ്റ്റിലെ പോലെ തന്നെയാണ് പൊതുവെ ബാക്കിയുള്ള ഹോട്ടലിനേക്കാളും റേറ്റ് ഇവിടെ കുറവാണ്. അപ്പം ഞങ്ങൾ രാത്രിയത്തേക്ക് ഇവിടെ നിന്നാണ് കേട്ടോ ഫുഡ് വാങ്ങിച്ചുകൊണ്ട് പോയത്. ഓരോ ദിവസം നടക്കുന്ന ഓരോ ലാംഗ്വേജിലെയും കുർബാനക്രമമാണ് കേട്ടോ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് ഡേയിലെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഇൻഫോർമേറ്റീവ് ആയിരുന്നെങ്കിൽ, എന്താ തെറ്റുകുറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ് കമൻറ്റിലൂടെ അറിയിക്കുക. അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്